ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളിയൊരു സലാഡാണ്. തടി കുറക്കാനൊക്കെ പറ്റിയൊരു സലാഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ 2 കുക്കുംബർ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. തൊലി കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരാൾക്കാണെങ്കിൽ ഒരു നേരം കഴിക്കാൻ 2 കുക്കുംബറെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്കൊരു മീഡിയം സൈസായിട്ട്, അധികം തിന്നാക്കണ്ട, ഒരു മീഡിയം സൈസ്. കാരണം ഈ കുക്കുംബറിൽ വേണ്ട ഒരുപാട് 90% വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തിന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമായിട്ട് വെള്ളം ഇറങ്ങി വരും. കുറച്ച് മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത് കട്ട് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു മീഡിയം സൈസാക്കി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂട്ടുകൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂണ് തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളിയില്ലാത്തതാണ് എടുക്കാൻ നോക്കുക. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സലാഡിന് എത്ര നമ്മൾ കുക്കുംബർ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുള്ളിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവിടെ ഫോർക്കായിട്ട് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ഒരു ലൂസായി കിട്ടും. ഒരു കൈപ്പിടി മല്ലിച്ചപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അതവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഈ കുക്കുംബറിലേക്ക് ഈ തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തൈര് മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും തൈരിൽ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ കുക്കുംബറിൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് അത് വെള്ളം മിക്സ് ആകുമ്പോൾ തന്നെ അത് ആ കുക്കുംബറത്തെ വെള്ളം എല്ലാം കൂടി ലൂസായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ കുക്കുംബറും തൈരൊക്കെ കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് രാത്രി ഒരാൾ കഴിക്കുകയാണെങ്കിൽ 2 ഇതുപോലെ 2 തന്നെ നമുക്ക് വയറ് ഫുള്ളായിട്ട് ഇരിക്കും. ചപ്പാത്തിയും ചോറൊക്കെ ഒഴിവാക്കി ഇതുപോലെ കഴിച്ചാൽ മതി. വെയിറ്റൊക്കെ നല്ല കുറക്കാൻ നോക്കുന്നവരാണെങ്കിൽ. ഇനി ലഞ്ചിൻ്റെ സമയത്ത് ചോറൊക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ ഈ സലാഡ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. വെയിറ്റ് മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ കുക്കുംബർ കഴിക്കുന്നത്. പിന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു നുള്ളു ചാറ്റ് മസാല ഇട്ട് കൊടുക്കും. നമ്മൾ ചാറ്റ് മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും കേട്ടോ ചാറ്റ് മസാലയിൽ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നുള്ളു ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇട്ട് ഒന്ന് കുറച്ച് ചാറ്റ് മസാല കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെയും അതിന് മേലെ ഇട്ട് കൊടുത്താണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ സലാഡ് ടേസ്റ്റ് ഇട്ട് കഴിക്കാൻ പറ്റുന്നൊരു സലാഡാണ്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.